ആ സമയത്തൊന്നും കാണാതിരുന്ന BJPയുടെ സ്ഥാനാർത്ഥി ഈ പൂരം കലങ്ങിയ നേരത്താണ് സേവാഭാരതിയുടെ ആംബുലൻസിൽ കയറി വന്നത്. അത് തന്നെ ചെയ്യാൻ പാടില്ലാത്തതാണ്. കാരണം ആംബുലൻസ് തന്നെ മൃതശരീരങ്ങളൊക്കെ കൊണ്ടുവന്ന ആംബുലൻസ് ഒരു പരിവാരമായിട്ടുള്ള കർമ്മം നടക്കുമ്പോൾ ആ മൈതാനത്തിലേക്ക് കയറ്റാൻ പാടില്ല. എന്തെങ്കിലും പെട്ടെന്ന് അത്യാഹിതം വന്നാൽ കയറ്റാം. ഇത് ഒരു അത്യാഹിതം ഉണ്ടായിട്ടില്ല. പിന്നെ ഈ ഹിന്ദു മതത്തിലേക്ക് ഹോൾസെയിൽ എടുത്തവരാണ് RSSകാർ. അവർക്ക് ഒരു MP കിട്ടാൻ വേണ്ടി ഏറ്റവും വലിയൊരു ആചാരം മുടക്കിയിട്ടാണ് ഒരാളെ കേരളത്തിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ളത് ഡൽഹിക്ക്. അപ്പം അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയവരും പറയുന്നത് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന്, പരാജയപ്പെട്ട ഞങ്ങളും പറയുന്നത് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന്. പിന്നെ മുഖ്യമന്ത്രിക്ക് നടത്താൻ ഇതിനത്ര മടിയെന്താ? സത്യം പുറത്തു വരട്ടെ. മാത്രമല്ല MR അജിത്കുമാർ അന്നവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഉണ്ട്, അദ്ദേഹത്തിനൊക്കെ സാക്ഷിയാണ്. അദ്ദേഹം തന്നെ ഇതിൽ ഇടപെട്ടു എന്ന് പറയുന്നത് അനുകൂലമാക്കാൻ. പക്ഷെ അങ്ങനെ ആരോടോ ഉയർന്ന ആൾ തന്നെ ഒരു അന്വേഷണ റിപ്പോർട്ട് കൊടുക്കുന്നതിൽ എന്ത് പ്രസക്തി? അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് കോഴിയെ സംരക്ഷിക്കാൻ കുറുക്കനെ ഏൽപ്പിക്കുന്ന പോലെയാണെന്ന് ഞാൻ പറഞ്ഞത് കൊണ്ടാണ്. ഈ അജിത് കുമാറിനെ ഏൽപ്പിച്ച അയാളുടെ റിപ്പോർട്ടെന്ന് പറഞ്ഞാൽ കലക്കിയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. എന്ത് സംഭവിച്ചു എന്ന് പറയാം. പിന്നെ അദ്ദേഹം പറയുമോ ഞാനാ കലക്കിയെന്ന് പറയുമോ? അതുകൊണ്ട് മുഖ്യമന്ത്രി ഇനി എന്ത് സർക്കസ്. മാത്രമല്ല ഇപ്പോൾ ഈ RSS നേതാക്കൾ എന്തിനെ കണ്ടു എന്നുള്ളതിനെ കുറിച്ച് അന്വേഷണമൊന്നും ഇല്ല കേട്ടോ. അതൊന്നും DGPനെ ചുമതലപ്പെടുത്തിയില്ല അന്വേഷിക്കാൻ. പക്ഷെ ഇപ്പോഴും CPIക്കാർക്ക് നേരം വിളിച്ചായില്ല. വിളിച്ചാവാത്തല്ല, വേറെ മാർഗം ഇല്ലാത്തതുകൊണ്ട് അവർ സഹിക്കുകയാണ്. അതാണ് നടക്കുന്നത്. കാരണം മാത്രമല്ല, ഇത് അല്പം കൂടെ നീട്ടിയാൽ ഇപ്പോൾ നവംബറിൽ മിക്കവാറും വയനാട്ടിലും ചേലക്കരയിലും പാലക്കാടൊക്കെ ബൈ ഇലക്ഷൻ വരുന്നതാണ് ഇന്നത്തെ റിപ്പോർട്ടിൽ കാണുന്നത്. മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് പോവാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇലക്ഷൻ നവംബറിലുണ്ടാവും. അപ്പോഴേക്കും പിന്നെ എല്ലാവരും ശ്രദ്ധ ഇലക്ഷൻ കാര്യത്തിലാവുമല്ലോ. സ്ഥാനാർത്ഥി നിർണ്ണയം, ഇലക്ഷൻ പറയാം. മുരളീധരൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. ഇതിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണം, ഈ റിപ്പോർട്ട് ഉൾക്കൊള്ളാനാവില്ല എന്ന് പറയുന്നു. നിവർത്തികേട് കൊണ്ട് CPI ഇതിനൊക്കെ ഒപ്പം നിൽക്കുകയാണ്. BJPയെ സഹായിക്കാനാണ് ഇത്തരത്തിലൊരു പ്രവൃത്തി നടന്നത് എന്നാണ് മുരളീധരൻ പറയുന്നത്.